നമസ്കാരം, വെൽക്കം ടു രസതന്ത്ര അക്കാഡമി. ഇന്ന് നമ്മൾ അമീൻസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും ആണ് പഠിക്കാൻ പോകുന്നത്. ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ലോവർ ആലിഫാറ്റിക് അമീൻസ്, കാർബൺ ആറ്റംസ് 1, 2, 3 ഉള്ള അമീൻസ്, അവർ ഗ്യാസസ് ആണ്. ഫിഷി ഓർഡറുള്ള ഗ്യാസസ്. ഫിഷി ഓർഡർ എന്ന് പറയുമ്പോൾ മത്സ്യത്തിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേക സ്മെല്ലുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സ്മെല്ലാണ് ഈ ലോവർ ആലിഫാറ്റിക് അമീൻസിനുള്ളത്. കുറച്ചും കൂടെ കാർബൺ ചെയിൻ ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ അവരൊന്നെങ്കിൽ ലിക്വിഡ്സ്, പിന്നെയും ഹയർ മെമ്പേഴ്സ് കാർബൺ ചെയിൻ ലെങ്ത് കൂടുന്തോറും ദേ വിൽ ബി സോളിഡ്സ്. ഇനി അനിലിൻ ഇസ് അരോമാറ്റിക് അമീൻ. അതുപോലെയുള്ള അറൈൽ അമീൻസ് കളർലെസ് ആണ്. പക്ഷെ അവർ ഓൺ സ്റ്റോറേജ് ഓക്സിഡൈസ്ഡ് ആയിട്ട് അവരിൽ ചില കളർ ചേഞ്ചസ് ഒക്കെ ഒബ്സർവ് ചെയ്യാറുണ്ട്. ലോവർ ആലിഫാറ്റിക് അമീൻസ് പൊതുവെ വാട്ടർ സോല്യുബിൾ ആണ്. എന്തുകൊണ്ടായിരിക്കും വാട്ടർ സോല്യുബിൾ ആവുന്നത്? ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആയതുകൊണ്ടാണ് അവർ വാട്ടറിൽ സോല്യുബിൾ ആവുന്നത്. ഇനി കാർബൺ ചെയിൻ ലെങ്ത് കൂടിയാലോ സോല്യുബിലിറ്റി ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. എന്നാൽ ആൽക്കഹോൾസിന്റെ അത്രയും സോല്യുബിൾ അല്ല അമീൻസ്. ആൽക്കഹോൾസ് ആർ മോർ സോല്യുബിൾ ദാൻ അമീൻസ്. കാരണം OH ബോണ്ടാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആണ്. അമീൻസ് അത്രയ്ക്ക് പോളാർ അല്ലാത്തത് കൊണ്ട് ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ സ്ട്രെങ്ത് കുറവാണ്. അതുകൊണ്ട് തന്നെ സോല്യുബിലിറ്റിയും ആൽക്കഹോൾസിനെ അപേക്ഷിച്ച് കുറവാണ്. ഇനി നമ്മൾ ഇവരുടെ ബോയിലിംഗ് പോയിന്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഐസോമറിക് ആയിട്ടുള്ള പ്രൈമറി, സെക്കൻഡറി, ടേർഷറി അമീൻസിൽ പ്രൈമറി അമീൻസിനായിരിക്കും ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ്. അതിൻ്റെ റീസൺ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ പ്രൈമറി അമീൻ എന്ന് പറയുമ്പോൾ ഒരു ആൽക്കൈൽ ഗ്രൂപ്പും ഉണ്ടാവും, 2 ഹൈഡ്രജൻ ആറ്റംസും ഉണ്ടാവും, RNH2 അല്ലേ? ഹൈഡ്രജൻ R ഗ്രൂപ്പ്. ഇങ്ങനെയാണ് ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പോൾ ഈ ഹൈഡ്രജനുമായിട്ടും ബോണ്ടിങ് ഉണ്ട്, ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇനി ഇവിടെ മറ്റൊരു അമീൻ മോളിക്യൂൾ ഉണ്ടെങ്കിൽ there will be hydrogen bonding like this. ഇങ്ങനെ എക്സ്റ്റെൻസീവ് ആയിട്ട് ഹൈഡ്രജൻ ബോണ്ട്സ് ഉണ്ടാകും. അതേസമയം സെക്കൻഡറി അമീനിൽ ഒരു ഹൈഡ്രജൻ ആറ്റമേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഇത്ര എക്സ്റ്റെൻസീവ് ആയിരിക്കില്ല ഇവിടുത്തെ ഹൈഡ്രജൻ ബോണ്ടിങ്. കൂടുതൽ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആകുന്നിടത്താണ് കൂടുതൽ ബോണ്ട് സ്ട്രെങ്ത് ഉള്ളത്, ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ളത്. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കൂടുതൽ പ്രൈമറി അമീനാണ്. സെക്കൻഡറി അമീന് ഒരു ഹൈഡ്രജൻ ഉള്ളത് കൊണ്ട് സ്റ്റിൽ ദർ ഇസ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. പക്ഷേ ടെർഷറി അമീൻസിന്റെ കേസ് എടുത്ത് നോക്ക്, N, R, R, R. There are no hydrogen atoms. അതുകൊണ്ട് അതിനകത്ത് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്സ് ഇല്ല എന്ന് തന്നെ പറയാം. ഇല്ല, isn't it? No hydrogen atoms are there attached to the nitrogen. അതുകൊണ്ട് ടെർഷറി അമീൻസിന്റെ ബോയിലിംഗ് പോയിന്റ് ഈ ഐസോമറിക് ഫോംസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരേ മോളാർ മാസ് ഉള്ള, ഇപ്പോൾ പ്രൊപ്പനാമീൻ സ്ട്രക്ചർ കാണിച്ചു തരാം. പ്രൊപ്പനാമീൻ്റെ CH3, CH2, CH2, NH2 പ്രൈമറി അമീനാണ് വിത്ത് 3 alkyl ഗ്രൂപ്പ്സ്. ഇനി N-methyl മെഥനാമീൻ, N-methyl എഥനാമീൻ എന്ന് പറയുമ്പോൾ CH3, NH, CH2, CH3. This is N-methyl ethanamine where there are 3 alkyl groups. ഇനി ടേർഷറി എടുക്കുകയാണെങ്കിൽ N dimethyl methanamine. This is N dimethyl methanamine with 3 methyl groups. അപ്പോൾ ഇതെല്ലാം
ഐസോമെറിക് ഫോംസ് അല്ലേ, ഏകദേശം മോളാർ മാസ് സെയിം ആയിരിക്കും. കാരണം എല്ലാത്തിലും ഓരോ നൈട്രജൻ ആറ്റംസ് ഉണ്ട്, 3 അൽക്കൈൽ ഗ്രൂപ്പ്സ് ഉണ്ട്, അവർക്ക് അതനുസരിച്ചുള്ള ഹൈഡ്രജൻ ആറ്റംസും ഉണ്ട്. സ്ട്രക്ചറിൽ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. isn't it? So they are isomers, primary, secondary and tertiary isomers. ഇവരുടെ ബോയിലിംഗ് പോയിന്റ്സിന്റെ കാര്യമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്കിടയിൽ പ്രൈമറിയിൽ 2 ഹൈഡ്രജൻ ആറ്റംസ് ഉള്ളത് കൊണ്ട് എക്സ്റ്റെൻസീവ് ഹൈഡ്രജൻ ബോണ്ടിങ്, ഹെൻസ് ദി ബോയിലിംഗ് പോയിന്റ് ഇസ് ഹൈ. ഇതിൽ 1 ഹൈഡ്രജൻ ആറ്റമേ ഉള്ളൂ, അതുകൊണ്ട് ഹൈഡ്രജൻ ബോണ്ട് കുറവാണ്. ഇനി ഇതിലോ ടേർഷ്യറിയിലോ ഒറ്റൊരു ഹൈഡ്രജനും ഇല്ല. സോ ദർ ഇസ് നോ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അമീൻസിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് പഠിക്കാം. ഫസ്റ്റ് വൺ, ബേസിസിറ്റി. ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് നമ്മൾ കണ്ടു അല്ലേ നൈട്രജനിൽ, RNH2. ദർ ഇസ് എ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഓൺ നൈട്രജൻ. ഈ ലോൺ പെയറിന്റെ പ്രസൻസ് ആണ് അമീൻസിനെ എന്താക്കുന്നത്, ബേസിക് ആക്കുന്നത്. അപ്പോൾ ബേസിസിറ്റിയിൽ റിയാക്ഷൻ എങ്ങനെയായിരിക്കും? ഇറ്റ് ബിഹേവ്സ് ആസ് എ ബേസ്, ഹെൻസ് ഇറ്റ് റിയാക്ട്സ് വിത്ത് എൻ ആസിഡ് ടു ഫോം എ സോൾട്ട്. നമുക്കൊരു മിനറൽ ആസിഡ് എടുക്കാം, HCl. ഇത് റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സോൾട്ട് ഫോം ചെയ്യും, RNH3 plus Cl minus. A salt is formed like this. ഈ സോൾട്ടിൽ നിന്നും പാരന്റ് അമീനെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കണമെങ്കിൽ ഒരു സ്ട്രോങ് ബേസുമായിട്ട് ഈ സോൾട്ട് ട്രീറ്റ് ചെയ്താൽ മതി. RNH3 plus Cl minus plus OH minus. You can recover the parent amine plus H2O plus Cl minus. ഇനി ഇതേ റിയാക്ഷൻ തന്നെ, ബേസിസിറ്റി റിയാക്ഷൻ അരോമാറ്റിക് അമീനും തരും. അനിലിൻ NH2 plus HCl, salt anilinium chloride is formed, NH3 plus Cl minus. ഈ സോൾട്ടിന്റെ പേര് അനിലീനിയം ക്ലോറൈഡ്. കാർബോക്സിലിക് ആസിഡ്സിന്റെ അസിഡിറ്റിയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ആസിഡ് അസോസിയേഷൻ കോൺസ്റ്റന്റ് Ka കൂടിക്കഴിഞ്ഞാൽ ആസിഡ് സ്ട്രെങ്ത് കൂടുതലാണ്, pKa കൂടുതലായാൽ ആസിഡ് സ്ട്രെങ്ത് കുറവാണ് എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇപ്പം നമ്മൾ അമീൻസിന്റെ ബേസിസിറ്റിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബേസിക് സ്ട്രെങ്ത് പറയുന്നത് Kb അഥവാ ബേസ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് എന്ന ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ്. So this is Kb. Greater the value of Kb, stronger will be the base. അതുപോലെ smaller the value of pKb, stronger will be the base. ആസിഡ് പോലെ തന്നെ, മനസ്സിലായല്ലോ? ഇനി ഈ ബേസിസിറ്റിയെ ബാധിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമിൻ ഓർ എഫക്റ്റ് ദി ബേസിസിറ്റി ഓഫ് ദി അമീൻസ്. ഇപ്പോൾ നമ്മൾ അമോണിയ അല്ലെങ്കിൽ അമീൻ എടുത്ത് നോക്കുകയാണ്. ലെറ്റ് us take അമോണിയ ഫസ്റ്റ് അല്ലേ? അപ്പോൾ ഈ നൈട്രജനിൽ ഈ അൺഷെയ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ പെയർ ഉള്ളത് കൊണ്ടാണ് ഇത് ബേസിക് ആവുന്നത്. ബിക്കോസ് ഇറ്റ് ക്യാൻ ആക്സെപ്റ്റ് എ പ്രോട്ടോൺ ബിക്കോസ് ഓഫ് ദിസ് ലോൺ പെയർ. ഇത് ഹൈഡ്രജനെ അട്രാക്ട് ചെയ്യും, അതുകൊണ്ടാണ് ഇത് ബേസിക് നേച്ചർ കാണിക്കുന്നത്. ഇനി ഒരു ഹൈഡ്രജന് പകരം ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പ് വന്നു എന്ന് വിചാരിക്കും. ആൽക്കൈൽ ഗ്രൂപ്പ് വരുമ്പോൾ അത് ആരായി? പ്രൈമറി അമീനായി. ആൽക്കൈൽ ഗ്രൂപ്പിന്റെ ഒരു നേച്ചർ എന്താണ്? ഇറ്റ് ഷോസ് പ്ലസ് ഐ ഇഫക്റ്റ്, അതായത് ഇലക്ട്രോൺ ഡെൻസിറ്റി നൈട്രജനിലേക്ക് കൂട്ടിക്കൊടുക്കും. അപ്പോൾ നൈട്രജനിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുമ്പോൾ അതിൻ്റെ ഈ അൺഷെയർഡ് ഇലക്ട്രോൺ പെയറിനെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി കുറേയും കൂടെ കൂടും. ഇനി സെക്കൻഡറി ആവുമ്പോൾ ഇവിടെ ഒരു R ഗ്രൂപ്പും കൂടെ വന്നു, ഇറ്റ് എഗൻ ഇൻക്രീസസ്. ടേർഷ്യറി ആവുമ്പോൾ ഈ ഹൈഡ്രജന് പകരം ഇവിടെയും R ഗ്രൂപ്പ് വന്നു, ഇലക്ട്രോൺ ഡെൻസിറ്റി ഇൻക്രീസസ് വെരി മച്ച് അറ്റ് ദി നൈട്രജൻ, ആൻഡ് വിച്ച് മേക്സ് ദിസ് ലോൺ പെയർ
മോർ സസെപ്റ്റബിൾ ടു ആക്സെപ്റ്റ് എ പ്രോട്ടോൺ. അതായത് ബേസിക് നേച്ചർ ടേർഷറി ഗ്രൂപ്പിലാണ് ഏറ്റവും കൂടുതൽ. നമ്മളിപ്പോൾ ഈ +R+I ഇഫക്റ്റ് മാത്രം, ആൽക്കൈൽ ഗ്രൂപ്പ്സിൻ്റെ +I ഇഫക്റ്റ് മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ. സോ ഇൻ ഗേഷ്യസ് ഫേസ്, ഗേഷ്യസ് സ്റ്റേറ്റിൽ ബേസിസിറ്റി ഓർഡർ ഇങ്ങനെയാണ്: ടേർഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി. അമീൻസിൻ്റെ ഗേഷ്യസ് ഫേസിലുള്ള ബേസിസിറ്റി ഓർഡർ ഇങ്ങനെയാണ്: ടേർഷറിക്കാണ് ഏറ്റവും കൂടുതൽ, പിന്നെ സെക്കൻഡറിക്ക്, പിന്നെ പ്രൈമറിക്ക്. റീസൺ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അമോണിയയോ? അമോണിയയ്ക്ക് പ്രൈമറി അമീനേക്കാളും കൂടെ ബേസിസിറ്റി കുറവായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അക്വസ് സ്റ്റേറ്റിലുള്ള ഈ അമീൻസിൻ്റെ ബേസിസിറ്റി ഓർഡർ എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ച് നോക്കാം. അക്വസ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള അവസ്ഥ. അപ്പം അങ്ങനെ വരുമ്പോൾ അവിടെ ഈ +I ഇഫക്റ്റ് മാത്രമല്ല, ആൽക്കൈൽ ഗ്രൂപ്പ്സിൻ്റെ +I ഇഫക്റ്റ് മാത്രമല്ല ആക്ട് ചെയ്യുന്നത്. അവിടെ സോൾവേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്. സോൾവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സോൾവെന്റ് മോളിക്യൂൾസ് ഈ അമീൻസിനെ, അവിടെ ഫോം ചെയ്യുന്ന അയോൺസിനെ സറൗണ്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സോൾവേഷൻ. അപ്പോൾ സോൾവേഷൻ സ്റ്റെബിലൈസസ് ദി അയോൺസ് ആക്ച്വലി. ഇപ്പോൾ അമീൻസ് നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അമീൻസ് എന്താ ചെയ്യുന്നത്? ആ നൈട്രജനിലെ ലോൺ പെയർ എന്താ ചെയ്യുന്നത്? വാട്ടറിൽ നിന്നും പ്രോട്ടോണിനെ അത് അട്രാക്ട് ചെയ്തിട്ട് അയോൺ ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ അയോൺ ഫോം ചെയ്യുന്നത് സ്റ്റെബിലൈസ്ഡ് ആവുന്നത് എങ്ങനെയാണ്? ഹൈഡ്രജൻ ബോൺസ് വഴി. ഇപ്പം ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ ബോൺസ് ഉണ്ടാവുക? പ്രൈമറിക്കാണോ, സെക്കൻഡറിക്കാണോ, ടേർഷറിക്കാണോ? പ്രൈമറിക്കാണ്, കാരണം അവിടെ 2 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. ടേർഷറിയിൽ ഒറ്റ ഹൈഡ്രജൻ ആറ്റംസും ഇല്ല. അപ്പോൾ സോൾവേഷൻ കുറവായിരിക്കും ടേർഷറിയിൽ. അപ്പോൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അക്വസ് സ്റ്റേറ്റിൽ ഈ സ്റ്റെബിലിറ്റി ഓഫ് അയോൺസ് മാത്രം നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ, സോൾവേഷൻ വഴിയുള്ള സ്റ്റെബിലിറ്റി മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഓർഡർ നേരെ തിരിയും അല്ലേ? പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടേർഷറി എന്ന് പറയേണ്ടി വരും. പക്ഷേ ഒറ്റൊരു ഡിസൈഡിങ് ഫാക്ടർ മാത്രമല്ല ഉള്ളത്. കാരണം ഈ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ, ഇൻഡക്റ്റീവ് ഗ്രൂപ്പിൻ്റെ ഇഫക്റ്റ് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണല്ലോ. അപ്പോൾ അത് മാത്രമല്ല, ഈ ഒരു കാര്യം മാത്രമല്ല അവിടെ ഡിസൈഡിങ് ഫാക്ടർ. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആൽക്കൈൽ ഗ്രൂപ്പ്സിൻ്റെ സൈസ് കൂടുന്തോറും, വലിപ്പം കൂടുന്തോറും ഈ സോൾവേഷൻ കുറച്ചും കൂടെ ഡിഫിക്കൾട്ടാവും. ബിക്കോസ് ഓഫ് സ്റ്റെറിക് ഹിൻഡ്രൻസ്, ബൾക്കി ഗ്രൂപ്പ് ഇഫക്റ്റ് എന്നൊക്കെ ടീച്ചർ പറഞ്ഞു തന്നിട്ടില്ലേ? അപ്പോൾ സൈസ് കൂടുന്തോറും അത് പൊതുവെ മറ്റുള്ളവരെ അതിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കാണ്ട് നിർത്തും. ദാറ്റ് ഈസ് നോൺ ആസ് സ്റ്റെറിക് ഹിൻഡ്രൻസ്. അപ്പോൾ ഇതെല്ലാവരും കൂടെയാണ് തീരുമാനിക്കുന്നത് അമീൻസിൻ്റെ ബേസിസിറ്റി. ഏതൊക്കെ കാര്യങ്ങളാണ്? ഒന്ന് ടീച്ചർ പറഞ്ഞു +I ഇഫക്റ്റ്, ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഓഫ് ദി ആൽക്കൈൽ ഗ്രൂപ്പ്സ്, പിന്നെ സോൾവേഷൻ ഓഫ് അയോൺസ്, പിന്നെ ഹൈഡ്രജൻ ബോണ്ടിങ്ങും സോൾവേഷനും ഏകദേശം ഒരേ ഡയറക്ഷനിലുള്ള ആൾക്കാരാണ്. പിന്നെ അവസാനം പറഞ്ഞത് എന്താണ്? സ്റ്റെറിക് ഹിൻഡ്രൻസ്. ആൽക്കൈൽ ഗ്രൂപ്പ്സിൻ്റെ സൈസ് അനുസരിച്ചും ഇവരുടെ ബേസിസിറ്റി ഓർഡർ മാറും. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രൈമറി ആയിട്ടുള്ള അലിഫാറ്റിക് അമീൻസിൻ്റെ കേസിൽ 2 ഡിഫറെൻ്റ് ഓർഡേഴ്സ് ആണ് ഇൻ ദ കേസ് ഓഫ് ഈത്തൈൽ അമീൻസ് ആൻഡ് മീത്തൈൽ അമീൻസ്. ആ ഓർഡർ നമുക്കൊന്ന് പഠിച്ചിരിക്കണം. ഈത്തൈൽ അമീൻസിൻ്റെ ഓർഡർ C2H5 twice NH. ഇത് സെക്കൻഡറി ആണ്. സെക്കൻഡറിക്കാണ് ഏറ്റവും കൂടുതൽ ബേസിസിറ്റി. പിന്നെ ടേർഷറി അമീൻ ത്രൈസ് N, പിന്നെ പ്രൈമറി. പിന്നെ അമോണിയ. ഇതിപ്പോൾ എഴുതിയിരിക്കുന്നത് ഗേഷ്യസ് ഫേസ് അല്ല, ദിസ് ഇസ് ഇൻ ദി അക്വസ് ഫേസ്. ഗേഷ്യസ് ഫേസിൽ ഈ സോൾവേഷനും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതിനകത്ത് ബേസിസിറ്റി ഏറ്റവും കൂടുതൽ ടേർഷറിക്കാണ്, പിന്നെ സെക്കൻഡറിക്ക്, പിന്നെ പ്രൈമറിക്ക്. പക്ഷെ അക്വസ് ഫേസിലുള്ള കാര്യമാണ് നമ്മളിപ്പോൾ എഴുതുന്നത്. അപ്പോൾ ഇത് ഈത്തൈലിൻ്റെ കാര്യമാണ്. ഇനി മീത്തൈലാവുമ്പോൾ CH3
ട്വൈസ് NH. സെക്കൻഡറിക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ബേസിസിറ്റി. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ പ്രൈമറി കഴിഞ്ഞിട്ടാണ് ടേർഷ്യറി, ഫൈനലി അമോണിയ. കണ്ടോ, രണ്ട് സെപ്പറേറ്റ് ഓർഡറാണ്. ഈ രണ്ട് ഓർഡർ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനി അറൈൽ അമീൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അനിലിൻ എക്സാമ്പിൾ. Aniline is less basic than ammonia. അമോണിയേക്കാളും ബേസിസിറ്റി കുറവാണ് അനിലിന്. അതിൻ്റെ കാരണം ഇതാണ്, ഈ ബെൻസീൻ റിംഗ്, എറൈൽ റിംഗ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പാണ്. ദിസ് ആസ് എ ഹോൾ ഇറ്റ് വിത്ഡ്രോസ് ഇലക്ട്രോൺസ് ഫ്രം ദിസ് അമിനോ ഗ്രൂപ്പ്. മനസ്സിലായോ? നമ്മൾ +R ഇഫക്റ്റ് ഒക്കെ വരച്ച് പഠിച്ചില്ലേ കഴിഞ്ഞ വർഷം? അപ്പോൾ ഈ നൈട്രജനിലുള്ള ലോൺ പെയർ ഈ ബെൻസീൻ റിങ്ങിനോട് കോൺജുഗേഷനിലാണ്. അപ്പോൾ ഈ ലോൺ പെയർ ഒരു പ്രോട്ടോണിനെ ആക്സെപ്റ്റ് ചെയ്ത് അതിൻ്റെ ബേസിക് നേച്ചർ പ്രകടിപ്പിക്കാനുള്ള അതിൻ്റെ സാധ്യത കുറവാണ്. ബിക്കോസ് ദിസ് ഇസ് ഇൻ കോൺജുഗേഷൻ. ദിസ് ഇലക്ട്രോൺ ഇസ് ഇൻ കോൺജുഗേഷൻ വിത്ത് ദി പൈ ബോൺസ് ഇൻസൈഡ് ദി ബെൻസീൻ റിംഗ്. അപ്പം അതുകൊണ്ട് അമോണിയേക്കാളും കൂടെ ബേസിസിറ്റി കുറവാണ് നമ്മുടെ അനിലിന്, അരോമാറ്റിക് അമീനിന്. ഇനി ഈ അരോമാറ്റിക് റിങ്ങിൽ സബ്സ്റ്റിറ്റ്യൂവൻസ് ഉണ്ടെന്ന് വിചാരിക്കും. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ലൈക്ക് OCH3. ദിസ് ഇസ് ആൻ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. അൽക്കൈൽ ഗ്രൂപ്പ്സ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ആണ്. അത് ഈ അനിലിനിൽ സബ്സ്റ്റിറ്റ്യൂവൻസ് ആയിട്ടുണ്ടെങ്കിൽ അത് അനിലിനിലുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി കൂട്ടും. ഹെൻസ് വാട്ട് ഹാപ്പൻസ് ഇസ് ഇറ്റ് ഇൻക്രീസസ് ദി ബേസിക് സ്ട്രെങ്ത്. നോർമൽ അനിലിൻ മാത്രം ഉള്ളപ്പോൾ ഉള്ള ബേസിസിറ്റിയേക്കാൾ കൂടുതലായിരിക്കും ഇങ്ങനെയുള്ള ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് അനിലിനിൽ സബ്സ്റ്റിറ്റ്യൂവൻസ് ആയിട്ടുണ്ടാകുമ്പോൾ. എന്നാൽ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്സ് ഉണ്ട്, ലൈക്ക് NO2, COOH ഗ്രൂപ്പ്സ്. ഇങ്ങനെയുള്ള ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്സ് ഈ ബെൻസീൻ റിങ്ങിൽ ഉണ്ടെങ്കിൽ അത് അനിലിൻ്റെ ബേസിസിറ്റിയെ ഡിക്രീസ് ചെയ്യും, ഉള്ളതിനേക്കാൾ ഒന്നും കൂടെ കുറയ്ക്കും. അപ്പോൾ ഇഫക്റ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂവൻസ് അങ്ങനെയാണ്. അനിലിൻ ഇസ് ലെസ് ബേസിക് ദാൻ അമോണിയ, അത് മനസ്സിൽ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ചിന്തിക്കേണ്ടത് എന്താണ്? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് OCH3, CH3 ഗ്രൂപ്പ്സ് ഒക്കെ അനിലിനിൽ സബ്സ്റ്റിറ്റ്യൂവൻസ് ആയിട്ടുണ്ടെങ്കിൽ അനിലിനേക്കാൾ ബേസിക് ആയിരിക്കും അങ്ങനെയുള്ള കോമ്പൗണ്ട്സ്. ഇനി ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്സ് NO2, COOH ഗ്രൂപ്പ്സ് ഒക്കെയാണ് അനിലിനിൽ സബ്സ്റ്റിറ്റ്യൂവൻസ് ആയിട്ടുണ്ടെങ്കിൽ അത് അനിലിൻ്റെ ബേസിസിറ്റിയെ ഡിക്രീസ് ചെയ്യും. അണ്ടർസ്റ്റുഡ്? നെക്സ്റ്റ് കെമിക്കൽ പ്രോപ്പർട്ടി ആൽക്കൈലേഷൻ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നേരത്തെ. ഹാലോ ആൽക്കെയിൻസിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ആൽക്കൈലേഷൻ. ഒറ്റൊരു റിയാക്ഷൻ കാണിച്ചു തരാം. അമീൻസ്, ഇപ്പോൾ പ്രൈമറി അമീൻ റിയാക്ട് വിത്ത് ആൻ ആൽക്കൈൽ ഹാലൈഡ്. ആൽക്കൈൽ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഫോം ചെയ്യുക? ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യും, 6. എന്നിട്ട് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് എ സെക്കൻഡറി അമീൻ പ്ലസ് HX. ഇനി ഈ സെക്കൻഡറി അമീൻ വീണ്ടും ഒരു ആൽക്കൈൽ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ what will you get? You will get a tertiary amine. ഇതാണ് alkylation. Next is acylation. Acylation is reaction of amines. For example, എടുക്കാം CH3 N H. This is a primary amine reacting with acyl chloride. Acyl chloride is CH3 C double bond O Cl in the presence of a base. This hydrogen and this chlorine will move from this, and this nitrogen will get attached to the carbon atom
അപ്പോൾ എന്തായിരിക്കും പ്രോഡക്റ്റ് ഫോം ചെയ്യാം? CH3 NH, this is getting attached to this C double bond O, CH3 plus HCl. ഈ പ്രോഡക്റ്റിൻ്റെ പേര് NHCO എന്ന് പറഞ്ഞാൽ അമൈഡാണ്. അമൈഡ് എന്ന ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അപ്പോൾ ഇവിടെ 2 കാർബൺ ആറ്റംസ് ഇൻക്ലൂഡിങ് ദി കാർബണൈൽ ഗ്രൂപ്പ്, ഇവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ്. അപ്പോൾ ഇതിനെ നമ്മൾ നെയിം ചെയ്യുന്നത് N-methyl, 2 കാർബൺ ആറ്റംസ് ഉള്ളതുകൊണ്ട് എത്തനാമൈഡ്. അണ്ടർസ്റ്റുഡ്? N-methyl ethanamide. ഇനി ഒരു സെക്കൻഡറി അമീൻ എടുക്കാം. C2H5N C2H5H plus Cl C double bond O CH3 in the presence of a base. ഇതിങ്ങനെ പോകും. C2H5N C2H5 C double bond O CH3 plus HCl. ഇതിൻ്റെ പേരെന്തായിരിക്കും? 2 ഈഥൈൽ ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ സെക്കൻഡറി അമീൻസിനെ നെയിം ചെയ്യുന്നത് പോലെ തന്നെ N ഡൈ ഈഥൈൽ, 2 കാർബൺ ആറ്റംസ് ഉണ്ട്. എത്തനാമൈഡ്, C ഡബിൾ ബോണ്ട് O N ആയതുകൊണ്ട് എത്തനാമൈഡ്, ഡൈ ഈഥൈൽ എത്തനാമൈഡ്. ഓക്കെ. ടേർഷ്യറി അമീന് ഈ റിയാക്ഷൻ ഇല്ല, കാരണം ടേർഷ്യറി അമീന് ഇവിടെ ഫ്രീ ഹൈഡ്രജൻ ഇല്ലാത്തത് കൊണ്ട് ഈ പെർട്ടിക്കുലർ റിയാക്ഷൻ ഇല്ല. അതേസമയം അനിലിൻ, അറൈൽ അമീന് ഈ റിയാക്ഷൻ ഉണ്ട്. C6H5 എന്ന് എഴുതുകയാണ് ടീച്ചർ റിംഗ് വരയ്ക്കാതെ. NH, this is aniline plus ഈ അസൈൽ ഹാലൈഡിന് പകരം അസറ്റിക് എൻഹൈഡ്രൈഡ് നമുക്ക് യൂസ് ചെയ്യാം. അസറ്റിക് എൻഹൈഡ്രൈഡ് ഇസ് O C double bond O CH3. This is acetic anhydride. ഇതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് ഒരു ഹൈഡ്രജൻ ഈ CH3 C ഡബിൾ ബോണ്ട് ഓയുടെ കൂടെ ചേർന്നിട്ട് കാർബോക്സിലിക് ആസിഡ് ഫോം ചെയ്യും. ഈ കാർബണൈൽ ഗ്രൂപ്പ് ഈ നൈട്രജനിലേക്ക് അറ്റാച്ച് ചെയ്യും. സോ ദി പ്രോഡക്റ്റ് C6H5NH C double bond O CH3 plus CH3 C double bond O OH, അസറ്റിക് ആസിഡ്. ഇനി ഇതിൻ്റെ പേരെന്താണ്? N ഫിനൈൽ, 2 കാർബൺ ആറ്റംസ്, സോ എത്തനാമൈഡ്. N C ഡബിൾ ബോണ്ട് ഓയും ഉള്ളത് കൊണ്ട് ഇറ്റ് ഇസ് എത്തനാമൈഡ്, അമൈഡ് ഗ്രൂപ്പാണ്. ഓക്കെ. അസൈലേഷൻ പോലെ തന്നെ ബെൻസോയിലേഷൻ ഉണ്ട്. ബെൻസോയിലേഷൻ എന്ന് പറയുമ്പോൾ C6H5 C ഡബിൾ ബോണ്ട് O ഗ്രൂപ്പ്, ഇതിൻ്റെ റിയാക്ഷനാണ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. പ്രൈമറി അമീൻ CH3NH പ്ലസ് Cl C double bond O C6H5, benzoyl chloride in the presence of a base in the form ചെയ്യും CH3NH C double bond O C6H5. ഈ കമ്പൗണ്ടിൻ്റെ പേരെന്തായിരിക്കും? N-methyl benzamide. N-methyl benzamide. Next reaction is carbylamine reaction. Carbylamine reaction.
ആലിഫാറ്റിക്കും അരോമാറ്റിക്കും ആയിട്ടുള്ള പ്രൈമറി അമീൻസിൻ്റെ ടെസ്റ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു റിയാക്ഷനാണ് കാർബൈലമീൻ റിയാക്ഷൻ. കാരണം സെക്കൻഡറി അമീൻസും ടേർഷറി അമീൻസും ഈ റിയാക്ഷൻ ആൻസർ ചെയ്യില്ല. അപ്പോൾ എന്താണ് ഈ റിയാക്ഷൻ എന്ന് നോക്കാം. ഇറ്റ് ഈസ് എ റിയാക്ഷൻ ബിറ്റ്വീൻ എ പ്രൈമറി അമീൻ ആൻഡ് ക്ലോറോഫോം CHCl3 പ്ലസ് ആൽക്കഹോളിക് പൊട്ടാഷ് ആൽക്കഹോളിക് KOH. ഹീറ്റ് ചെയ്യണം കേട്ടോ. വെൻ യു ഹീറ്റ് ഇറ്റ് ഒരു ഫൗൾ സ്മെല്ലിംഗ് കോമ്പൗണ്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഫൗൾ സ്മെല്ലിംഗ് കോമ്പൗണ്ട് ഐസോസയനൈഡ് ആണ്. RNC പ്ലസ് KCl will be formed and water also will be formed. നമുക്കിനെ ബാലൻസ് ചെയ്യാം. 3 Cl ഉണ്ട്, 3 KCl, 3 KOH, 3 H2, 6 hydrogens. ഓക്കെ, അപ്പോൾ ഈ ഐസോസയനൈഡ് ആണ് ആ ഫൗൾ സ്മെല്ലിംഗ് ആയിട്ടുള്ള കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. സോ ദിസ് ഇസ് ആൻ ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റ് ഫോർ പ്രൈമറി അമീൻസ്, ബോത്ത് ആലിഫാറ്റിക് ആൻഡ് അരോമാറ്റിക്. അനിലിനും ഈ ടെസ്റ്റ് തരും, മീത്തൈലമീൻ, ഈത്തൈലമീൻ അങ്ങനെയുള്ള പ്രൈമറി അമീൻസും ഈ ടെസ്റ്റ് തരും. സെക്കൻഡറിക്കും ടേർഷറിക്കും റിയാക്ഷൻ ഇല്ല. അടുത്തത് റിയാക്ഷൻ വിത്ത് നൈട്രസ് ആസിഡ്. നൈട്രസ് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? HNO2 ആണ് നൈട്രസ് ആസിഡ്. അപ്പോൾ ഈ നൈട്രസ് ആസിഡിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഡിയം നൈട്രൈറ്റും ഒരു ഹൈഡ്രജൻ ഹാലൈഡ് ഗ്യാസും ആണ് ഉപയോഗിക്കുന്നത്. 273 Kelvin to 278 Kelvin. നമ്മൾ അരോമാറ്റിക് അമീൻസ് ആയിട്ട് സാൻമെയർ റിയാക്ഷൻ പഠിച്ച ഓർമ്മയുണ്ടോ? ഹാലോ എറീൻസിൻ്റെ പ്രിപ്പറേഷനിൽ ആ സാൻമെയർ റിയാക്ഷൻ അരോമാറ്റിക് ആയിട്ടുള്ള അമീൻസിൻ്റെ റിയാക്ഷനാണ്, ഡയസോണിയം സോൾട്ട് ഫോർമേഷൻ. അത് നൈട്രസ് ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ തന്നെയാണ്. ആലിഫാറ്റിക്കിൻ്റെ റിയാക്ഷൻ നമുക്ക് ആദ്യം കാണാം. സോ ദിസ് ഇസ് റിയാക്ഷൻ വിത്ത് നൈട്രസ് ആസിഡ്. ഇപ്പോൾ പ്രൈമറി അമീൻ ഇത് ആലിഫാറ്റിക് ആണ്. ഇത് മിക്സ്ചർ ഓഫ് NaNO2 ആൻഡ് HX 273 to 278 Kelvin. നമുക്ക് ആലിഫാറ്റിക് ഡയസോണിയം സോൾട്ട് ഫോം ചെയ്യും. പക്ഷേ ഈ കോമ്പൗണ്ട് ഹൈലി അൺസ്റ്റേബിൾ ആണ്. ദിസ് ഇസ് അൺസ്റ്റേബിൾ. അരോമാറ്റിക്കിൽ ഇത് ഒരു സ്റ്റേബിൾ കോമ്പൗണ്ട് ആണ്, പക്ഷേ ആലിഫാറ്റിക് ഇസ് അൺസ്റ്റേബിൾ. സോ ഇഫ് വി റിയാക്ട് ഇറ്റ് വിത്ത് വാട്ടർ, നൈട്രജൻ gas is evolved and you get alcohol. അപ്പം അമീൻസിനെയൊക്കെ ആൽക്കഹോളായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡും കൂടിയാണിത്. ROH പ്ലസ് N2 പ്ലസ് HCl. ദിസ് ഇസ് ദി റിയാക്ഷൻ. ഇവിടെ ഈ നൈട്രജൻ ക്വാണ്ടിറ്റേറ്റീവായിട്ട് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. ക്വാണ്ടിറ്റേറ്റീവായിട്ടാണ് അത് ഫോം ചെയ്യുന്നത്. അതിനെ കൃത്യമായിട്ട് നമുക്ക് അളക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം അമീൻസിൽ നിന്നും, അമിനോ ആസിഡ്സിൽ നിന്നും, പ്രോട്ടീൻസിൽ നിന്നൊക്കെയുള്ള നൈട്രജൻ്റെ കണ്ടൻറ്റ്, ഇവോൾവ് ചെയ്യുന്ന നൈട്രജൻ്റെ കണ്ടൻറ്റ് നമുക്ക് ഈ റിയാക്ഷൻ ഉപയോഗിച്ചിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കും. അണ്ടർസ്റ്റുഡ്? സോ ദാറ്റ് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദി റിയാക്ഷൻ വിത്ത് നൈട്രസ് ആസിഡ് ഇൻ ദ കേസ് ഓഫ് ആലിഫാറ്റിക് അമീൻസ്. ഇനി അരോമാറ്റിക് അമീൻസിൻ്റെ റിയാക്ഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. സാൻമെയർ റിയാക്ഷൻ എന്ന പേരിൽ നമ്മൾ യൂണിറ്റ് 10 പഠിച്ചായിരുന്നു. NaNO2 plus HX 273 to 278 Kelvin. ബെൻസീൻ ഡയസോണിയം ഹാലൈഡ് ഫോം ചെയ്യുന്നത് ഓർക്കുന്നുണ്ടാവും. N2 പ്ലസ് Cl മൈനസ് പ്ലസ് NaCl പ്ലസ് H2O ബാലൻസ് വരുന്ന പ്രോഡക്ട്സ്. This is known as benzenium diazonium halide. Next is reaction with aryl sulfonyl chloride. Aryl sulfonyl chloride example benzene sulfonyl chloride C6H5SO2
Cl2. ഇതാണ് ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ്. ഇതിനെ ഹിൻസ്ബർഗ് റിയേജന്റ് എന്നും വിളിക്കും. ഹിൻസ്ബർഗ് റിയേജന്റ്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി അമീൻസ് തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഹിൻസ്ബർഗ് റിയേജന്റ് ഉപയോഗിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഒരു പ്രൈമറി അമീൻ എടുക്കാം. C6H5S ഡബിൾ ബോണ്ടോ Cl. ഇതാണ് ഹിൻസ്ബർഗ് റിയേജന്റ്. പ്രൈമറി അമീൻ ലെറ്റ് us take ethylamine C2H5NHH. പ്രൈമറി അമീൻ ആണ്. ഈ ഹൈഡ്രജനും ക്ലോറിനും കൂടെ പോയിട്ട് എന്ത് ഫോം ചെയ്യും? C6H5S ഡബിൾ ബോണ്ടോ NHC2H5 പ്ലസ് HCl. ഈ കോമ്പൗണ്ടിൻ്റെ പേര് N-ethyl ബെൻസീൻ സൾഫണാമൈഡ്. N-ethyl ബെൻസീൻ സൾഫോണാമൈഡ്. ഈ കോമ്പൗണ്ട് ആൽക്കലിയിൽ സോല്യൂബിൾ ആണ്. സോല്യൂബിൾ ഇൻ ആൽക്കലി. അതാണ് ഒബ്സർവേഷൻ. നമുക്ക് പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി അമീൻസ് തന്നിട്ട് ഇതിനെ പ്രൈമറി ഏതാണ്, സെക്കൻഡറി ഏതാണ്, ടേർഷ്യറി ഏതാണെന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഈ ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡുമായിട്ട് ഓരോന്നിനെയും നമുക്ക് ട്രീറ്റ് ചെയ്ത് നോക്കാം. പ്രൈമറി ആണെങ്കിൽ നമുക്ക് ഈ ബെൻസീൻ N-alkyl ബെൻസീൻ സൾഫണാമൈഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. അതിനെ നമ്മൾ ആൽക്കലിയിൽ ഡിസോൾവ് ചെയ്യാൻ ശ്രമിച്ചാൽ ഇറ്റ് വിൽ ബി സോല്യൂബിൾ. അപ്പോൾ സോല്യൂബിൾ ആവുന്നതുകൊണ്ട് നമുക്ക് പ്രൈമറി ആണെന്നതിനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇനി സെക്കൻഡറി അമീൻ ആണെങ്കിൽ ഇവിടെ ഹൈഡ്രജന് പകരം ഇവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പും കൂടി ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഈ ഹൈഡ്രജൻ മാറിയിട്ട് അവിടെ C2H5 isn't it പ്ലസ് HCl. അപ്പം ഇതിൻ്റെ പേരെന്താണ്? N ഡൈ ആൽക്കൈൽ ഉണ്ട് അല്ലേ. N, ഡൈ ഈഥൈൽ ബെൻസീൻ സൾഫണാമൈഡ്. പക്ഷേ ഈ കോമ്പൗണ്ട് ആൽക്കലിയിൽ ഇൻസോല്യൂബിൾ ആണ്. ഇൻസോല്യൂബിൾ ഇൻ ആൽക്കലി. ഓക്കെ. ഇനി ടേർഷ്യറി അമീൻസിന് ഹിൻസ്ബർഗ് റിയേജന്റുമായിട്ട് റിയാക്ഷൻ ഇല്ല. നോ റിയാക്ഷൻ, നോ ഒബ്സർവേഷൻ. ഒരു ചേഞ്ചും നമുക്ക് റിയാക്ഷൻ മിക്സ്ചറിൽ കാണാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി അമീൻസ് തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോഴായിട്ട് ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡിന് പകരം പാരാടൊൽവീൻ സൾഫണൈൽ ക്ലോറൈഡ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സ്ട്രക്ചർ ഇതാണ്. S ഡബിൾ ബോണ്ടോ Cl. ഇതാണ് ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ്. ഇനി പാരാടൊൽവീൻ ആവുമ്പോൾ ഈ സൾഫണൈൽ ക്ലോറൈഡിൻ്റെ പാരാ പൊസിഷനിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ടാവും. അതായത് പാരാടൊൽവീൻ സൾഫണൈൽ ക്ലോറൈഡ്. അപ്പോൾ നമ്മുടെ പ്രൈമറി അല്ല അലിഫാറ്റിക് അമീൻസിൻ്റെ റിയാക്ഷൻസ് ഏകദേശം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്. അത് അരോമാറ്റിക് അമീൻസിലാണ് വരുന്നത്. അതും പിന്നെ ഡയസോണിയം സോൾട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതോടുകൂടെ നമ്മുടെ യൂണിറ്റ് തീരും. കീപ് വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.